Dear students, our next topic is Chemical Equilibrium, 7th chapter. Chemical Equilibrium എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. രാസസംതുലനം എന്ന് മലയാളത്തിൽ പറയും. അതായത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തുലനാവസ്ഥയിലെത്തുക എന്നുള്ളതാണ് മലയാളത്തിൽ പറയുന്നത്. It is a common observation that if we carry out a reaction in a closed vessel, the reaction does not proceed to completion under a given set of conditions of temperature and pressure. Instead, sometime a stage is reached when no further change in concentration of reactants and product is observed. This state in which the properties of the system do not undergo any further noticeable change with time is called state of equilibrium. എന്താണെന്ന് പറഞ്ഞത് മനസ്സിലായോ? ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വെസലിൽ വെച്ചുകൊണ്ട് ഒരു ക്ലോസ്ഡ് വെസലിൽ നമ്മൾ റിയാക്റ്റൻസിനെ എടുത്തു. ഒന്നിലധികം റിയാക്റ്റൻസ് ഉണ്ടാവും. റിയാക്റ്റൻസിനെ എടുത്തു. ഈ റിയാക്റ്റൻസിനെ എടുത്ത് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒബ്സർവ് ചെയ്തു. റിയാക്റ്റൻസ് എന്തായിട്ട് മാറി? പ്രോഡക്റ്റായിട്ട് മാറി. ആഫ്റ്റർ സം ടൈം, കുറേ സമയത്തിന് ശേഷം റിയാക്റ്റൻസ് കുറച്ച് പ്രോഡക്റ്റായിട്ട് മാറിയതിന് ശേഷം പിന്നെ കുറേ സമയം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ റിയാക്റ്റൻസ് പ്രോഡക്റ്റായിട്ട് മാറാത്ത ഒരു കണ്ടീഷനിലേക്ക് ആഫ്റ്റർ സം ടൈം എ സ്റ്റേജ് ഈസ് റീച്ച്ഡ് വെൻ നോ ഫർദർ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്റ്റ് ഈസ് നോട്ടീസ്ഡ്. അതായത് റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആവുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അളന്നുകൊണ്ടേ ഇരിക്കുക. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നതും പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതും നമ്മളിങ്ങനെ അളന്നുകൊണ്ടേ ഇരിക്കുക. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും കൂടുന്നുമില്ല, കുറയുന്നുമില്ല, കുറേ സമയം ഒരേപോലെ നിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ റിയാക്റ്റൻസും പ്രോഡക്റ്റും തമ്മിലൊരു സന്തുലനാവസ്ഥയിലെത്തി, ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന് വേറൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു കണ്ടെയ്നറിൽ വാട്ടർ എടുത്ത് നമ്മളിതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് ഇവാപ്പറേറ്റ് ചെയ്ത് ഈ അടപ്പിൽ തട്ടി ഇത് വീണ്ടും താഴേക്ക് തന്നെ പതിച്ചു. കണ്ടൻസ് ചെയ്ത്, അതായത് തണുത്ത് ഇത് താഴേക്ക് തന്നെ പതിച്ചു. അപ്പോൾ കുറേ നേരം എന്ത് ചെയ്യുന്നു? ഇത് ഹീറ്റ് ചെയ്തു, വാട്ടർ മോളിക്യൂൾ ഇവാപ്പറേറ്റ് ചെയ്യുന്നു, വീണ്ടും തണുക്കുന്നു, വാട്ടർ മോളിക്യൂൾ ഇവാപ്പറേറ്റ് ചെയ്യുന്നു, വീണ്ടും തണുക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ഈ രണ്ട് പ്രോസസ്സും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക? ഒരേ സമയം നടന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് രണ്ടും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും നടക്കുന്ന വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുമുണ്ട്, തിരിച്ചത് വരുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് എന്ത് ചെയ്യുന്നില്ല? നഷ്ടപ്പെടുന്നില്ല, കോൺസെൻട്രേഷൻ വ്യത്യാസപ്പെടുന്നില്ല. അപ്പോൾ രണ്ട് റിയാക്ഷൻസും ഒരേപോലെ, ഇവാപ്പറേഷനും കണ്ടൻസേഷനും ഒരേപോലെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനെ, ഒരേ സമയം രണ്ട് റിയാക്ഷൻസ് ഒരേപോലെ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലനാവസ്ഥ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്. ഒന്ന് ഫിസിക്കൽ ഇക്വിലിബ്രിയവും വേറൊന്ന് കെമിക്കൽ ഇക്വിലിബ്രിയം. ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഫിസിക്കൽ പ്രോസസ്സസിൽ ഇക്വിലിബ്രിയം ഇൻ ഫിസിക്കൽ പ്രോസസ്സസ് ഈസ് കോൾഡ് ഫിസിക്കൽ ഇക്വിലിബ്രിയ ആൻഡ് ഇക്വിലിബ്രിയം അച്ചീവ്ഡ് ഇൻ കെമിക്കൽ പ്രോസസ്സസ്. അതായത് ഭൗതിക പ്രവർത്തനങ്ങളിൽ സന്തുലനാവസ്ഥയിലെത്തുന്നതിനെയാണ്, സന്തുലനാവസ്ഥ ഭൗതിക പ്രവർത്തനങ്ങളിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്നും, രാസപ്രവർത്തനങ്ങളിലാണ് ഈ സന്തുലനാവസ്ഥയിലെത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? കെമിക്കൽ ഇക്വിലിബ്രിയം എന്നും പറയുന്നു. അതാണ് ഇക്വിലിബ്രിയത്തിനെക്കുറിച്ച് നമുക്കൊരു ഔട്ട്ലൈൻ തരാനുള്ളത്. ഇനി നമുക്ക് ഇക്വിലിബ്രിയത്തിനകത്തിലേക്ക് നമ്മുടെ ഫോക്കസ് ഏറിയ പോയിന്റിലെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. രണ്ട് റിയാക്ഷൻസ് ഉണ്ട്. ഈ രണ്ട് റിയാക്ഷൻസ് നമ്മൾ തെർമോഡൈനാമിക്സിൽ കണ്ടതാണ്. ഒന്ന് റിവേഴ്സിബിൾ റിയാക്ഷനും വേറൊന്ന് ഇറിവേഴ്സിബിൾ റിയാക്ഷനും.
ഒന്നെന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ, വേറൊന്ന് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ആദ്യം നമുക്ക് ഇറിവേഴ്സിബിൾ റിയാക്ഷനെ നമുക്ക് നോക്കാം. എന്താണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ? ഇവിടെ ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടു. NaOH എന്തുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? HCl കമ്പൈൻ ചെയ്തപ്പോൾ Naയും Clഉം കൂടെ ചേർന്ന് NaCl ഉണ്ടാവുന്നു, പ്ലസ് OHും Hും കൂടി ചേർന്ന് H2O ഫോം ചെയ്യുന്നു. ഇവിടെ ഈ ഒരു ആരോ മാർക്ക് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ അല്ലേ? അങ്ങോട്ട് മാത്രം, അതായത് റിയാക്റ്റൻസ് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റായിട്ട് മാറുന്നു. ആ ഒരു രാസപ്രവർത്തനം മാത്രം, അതായത് റിയാക്റ്റൻസ് എപ്പോഴും എന്തായിട്ട് മാറുകയാണ്? പ്രോഡക്റ്റായിട്ട് മാറുന്നു. ഒരേ ഡയറക്ഷനിലാണ് പ്രോസസ്സ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ എന്താണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ നോക്കാം. A reaction that takes place in only one direction is called irreversible reaction. A reaction that takes place in only one direction is called irreversible reaction. Example എന്താണ്? Reaction between NaOH and HCl. ഈ പ്രോസസ്സിൻ്റെ പേരെന്താ? ന്യൂട്രലൈസേഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ നിർവീര്യമാക്കൽ പ്രോസസ്സ്. അതായത് ആസിഡും ബേസും കൂടെ, NaOH എന്ന് പറയുന്ന ബേസും HCl എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. ആസിഡും ബേസും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു എന്ന് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ജലവും ലവണവും ഉണ്ടാവുന്നതായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. ഇതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്. അതായത് ഒരേ ഡയറക്ഷനിലേക്ക് മാത്രമാണ്, അതായത് റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുന്ന ഒറ്റ പ്രവർത്തനം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അടുത്തത് നോക്കുക, റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ ഏതാണ് പ്രോസസ്സ്? റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇവിടെ നോക്കുക, ഒരു പ്രോസസ്സ് എഴുതിയിട്ടുണ്ട്. N2 + H2 gives NH3. അപ്പോൾ ഇവിടെ 2 ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നു. എന്താ 2 ആരോ മാർക്ക്? നൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്നു. അതാണ് ഈ ഒരു ആരോ മാർക്ക് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിയല്ലേ? അതായത് ഇവിടുത്തെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്തു? NH3 ഫോം ചെയ്തു. ഇനി വേറൊരു ആരോ മാർക്ക് ഇവിടെ ഇട്ടേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ തിരിച്ച് നടക്കുന്നു എന്നാണ് കാണിച്ചത്. എന്താണ് തിരിച്ച് നടക്കുന്നത്? അമോണിയ ഡീകമ്പോസ് ചെയ്ത് വിഘടിച്ചിട്ട്, അമോണിയയെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വിഘടിച്ചിട്ട് നൈട്രജനും ഹൈഡ്രജനുമായി മാറുന്നു. അതാണ് തിരിച്ച് നടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം നടക്കുന്ന പ്രോസസ്സാണ്. എന്ത്? നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ഉണ്ടായിക്കഴിഞ്ഞാൽ അമോണിയ ഉടൻ തന്നെ ഉണ്ടാകുന്ന അമോണിയ വിഘടിച്ചിട്ട് എന്തായിട്ട് മാറും? നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറും. അവിടെ നമ്മൾ 2 ആരോ മാർക്ക് അവിടെ കാണിച്ചു. അതായത് ഒന്ന് എന്താണ്? ഈ ആദ്യത്തെ ആരോ മാർക്ക്, അതിനെ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. രണ്ടാമത്തെ ആരോ മാർക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ. നിങ്ങൾ പുരോപ്രവർത്തനമെന്നും പാശ്ചാത് പ്രവർത്തനമെന്നും പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ? റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആർ ദോസ് വിച്ച് takes place in both direction. Reversible reactions those with it takes place in both direction. That is, here reactants and products and the reactants combined to form products and the product combined to form reactant. ആദ്യം റിയാക്റ്റൻറ്റുകൾ കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടായി, രണ്ടാമത് പ്രോഡക്റ്റ് കമ്പൈൻ ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് എന്തുണ്ടായി? റിയാക്റ്റൻ്റ് ഉണ്ടായി. എക്സാമ്പിളാണ് ഹെയ്ബർ പ്രോസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ. അമോണിയ നിർമ്മിക്കുന്ന പ്രോസസ്സിൻ്റെ പേരെന്താണ്? ഹെയ്ബർ പ്രോസസ്സ്. അമോണിയ നിർമ്മിക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഹെയ്ബർ പ്രോസസ്സ്. അപ്പോൾ ഈ പ്രോസസ്സിൽ നൈട്രജനും ഹൈഡ്രജനും നിർമ്മിച്ച് അമോണിയ ഉണ്ടാകുന്നു. ഉടൻ തന്നെ അമോണിയ വിഘടിച്ചിട്ട് എന്തായിട്ട് മാറും? നൈട്രജനുമായിട്ട് മാറും. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ അമോണിയ പ്രിപ്പയർ ചെയ്യുന്നത്? ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഉണ്ടാകുന്ന അമോണിയ അപ്പം തന്നെ വെള്ളത്തിൽ ലയിപ്പിച്ച് അതിനെന്ത് ചെയ്യണം? ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ ആക്കണം. വാതകമായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ തിരിച്ചെന്തായിട്ട് മാറും? നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറും. അടുത്തത്, the process by which reactants are converted to product is called a forward reaction. അതായത് ഈ റിയാക്റ്റൻസ് നേരിട്ട് ഇങ്ങോട്ടേക്ക് പ്രോഡക്റ്റായിട്ട് മാറുന്ന ആദ്യത്തെ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ അടുത്ത റിയാക്ഷൻ ഏതാണ്?
ബാക്ക്വേർഡ് റിയാക്ഷൻ. എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ? ദ പ്രോഡക്ട്സ് റീകമ്പൈൻ ടു ഫോം റിയാക്റ്റൻസ്. ഈ പ്രവർത്തനത്തിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് പ്രോഡക്ട്സ് റീകമ്പൈൻ ടു ഫോം reactants. This reaction is called backward reaction. After some time, the rate of forward reaction becomes equal to the rate of backward reaction. Rate of forward reaction എപ്പോഴും എന്തിന് തുല്യമാണ്? Rate of backward reaction, and the reaction attains equilibrium. Thus, equilibrium is a state in which rates of forward and backward reactions are equal. അപ്പോൾ ഇവിടെ ഈ ഒരു റിയാക്ഷനിൽ ഒരേ സമയം തന്നെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നു. ഇവയുടെ രണ്ട് പേരുടെയും റേറ്റ് തോത് എന്ന് പറയുന്നത് എന്താണ്? തുല്യമാണ്, ഈക്വലാണ്. റേറ്റ് എന്താണ്? ഈക്വലാണ്. അതായത് അമോണിയ ഉണ്ടായി, ഉടനെ NH2 വന്നു, വീണ്ടും അമോണിയ ഉണ്ടാകുന്നു, NH2 ഉണ്ടാകുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ ഒരേപോലെ ഒരേ സമയം തന്നെ നടക്കുന്നത് കൊണ്ട് ഈ രാസപ്രവർത്തനത്തിനെ നമുക്ക് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ആദ്യത്തേത് എന്താണ്? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻസ് എല്ലാം എന്താണ്? ഇക്വിലിബ്രിയത്തിലാണ് നടക്കുന്നത്, സന്തുലനാവസ്ഥയിലാണ് നടക്കുന്നത്. ഒരു സന്തുലനാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേപോലെ വരുന്നതിനെയാണ് സന്തുലനാവസ്ഥ, ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറയാൻ കാരണം. ഒരേപോലെ വരുന്നത്. അപ്പോൾ ഇവിടെ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ഉണ്ടാകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്വിലിബ്രിയം പ്രോസസ്സാണ്. ഹിയർ ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് അറ്റ് ഇക്വിലിബ്രിയം ദ റിയാക്ഷൻ ഡസ് നോട്ട് സ്റ്റോപ്പ്. റിയാക്ഷൻ എന്ത് ചെയ്യുന്നില്ല? സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. കാരണം റിയാക്റ്റൻ്റ് അവസാനിക്കുന്നില്ലല്ലോ. പ്രോഡക്റ്റായി മാറുന്നു, വീണ്ടും തിരിച്ച് റിയാക്റ്റൻ്റ് വരുന്നു. അപ്പോൾ റിയാക്റ്റൻ്റ് വീണ്ടും പ്രോഡക്റ്റ് ആവും, വീണ്ടും അത് റിയാക്റ്റൻ്റ് ആവും, വീണ്ടും പ്രോഡക്റ്റ് ആവും. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. The reactant molecule collide to form products, and the product molecule collide to form reactants, and the rate of these reactions are equal. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്തത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിന് ഒരു ലോയുണ്ട്, രാസസന്തുലനാവസ്ഥയുടെ ഒരു ലോയുണ്ട്, നിയമമുണ്ട്. അത് ആദ്യം പ്രപ്പോസ് ചെയ്തിരിക്കുന്ന കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് ഗുൽബർഗ് എന്നാണ്. CM ഗുൽബർഗ് ആൻഡ് പീറ്റർ വെയ്ഗ് ആണ്. രണ്ടുപേരും കൂടെ ചേർന്ന് കണ്ടുപിടിച്ചതാണ്. എന്താണ് ഇക്വിലിബ്രിയത്തിലെ ലോ പറയുന്നത്? എന്താണ്? ദ ലോ സ്റ്റേറ്റ് ദാറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ടു ദാറ്റ് ഓഫ് റിയാക്റ്റൻസ് ഇൻ വിച്ച് ദി കോൺസെൻട്രേഷൻ ഇൻ വിച്ച് ഈച്ച് കോൺസെൻട്രേഷൻ ടേം ഈസ് റേസ്ഡ് ടു power which is equal to the stoichiometric coefficient in the balanced chemical equation എന്നാണ് ഇതിൻ്റെ ലോ ഓഫ് ഇക്വിലിബ്രിയം പറയുന്നത്. അപ്പോൾ എന്താണ് ലോ ഓഫ് ഇക്വിലിബ്രിയം പറയുന്നത്? എന്താണ് അപ്പോൾ ലോ ഓഫ് ഇക്വിലിബ്രിയം പറയുന്നത്? At constant temperature, the product of concentration of product to and reactants in which the concentration term is raised to power which is equal to the stoichiometric coefficient in the balanced equation. അപ്പം ഞാനിത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ലോ എന്താ പറഞ്ഞതെന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ സഹിതം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. For a general reversible reaction, A plus B gives C plus D. ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആയതുകൊണ്ട് റിവേഴ്സിബിളി ഗിവിങ് എന്ന് നമ്മൾ പറയണം. അതായത് രണ്ട് സൈഡിലോട്ടും കിട്ടുന്നുണ്ട്. A plus B C plus D ആകുന്നു, C plus D A plus B ആകുന്നു. അപ്പോൾ നോക്കുക, A plus B combine to A and B combine to form C and D. Again C and D combine to form A and B. It is a reversible reaction, equilibrium reaction. According to the equilibrium law, എന്താണെന്നറിയാമോ?
ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റിനെ നമ്മൾ എങ്ങനെ എഴുതും? ഏതാണ് ഇവിടുത്തെ പ്രോഡക്റ്റുകൾ? സി ആൻഡ് ഡി. സിയുടെ കോൺസെൻട്രേഷൻ ഇൻറ്റു രണ്ട് പ്രോഡക്റ്റുകളുണ്ടല്ലോ, അപ്പോൾ ഡിയുടെ കോൺസെൻട്രേഷൻ, ഇതാണ് പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസ്. ഇവിടുത്തെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നു. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് കെ സി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി. ഇനി ഫോർ എ ജനറൽ റിയാക്ഷൻ, വേറൊരു ടൈപ്പ് ജനറൽ റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ പ്ലസ് ബി ബി ഗിവ് സി സി പ്ലസ് ഡി ഡി. അതായത് എ മോൾസ് ഓഫ് ക്യാപിറ്റൽ എ കമ്പൈൻസ് വിത്ത് ബി മോൾസ് ഓഫ് ക്യാപിറ്റൽ ബി ടു ഗീവ് സി മോൾസ് ഓഫ് ക്യാപിറ്റൽ സി ആൻഡ് ഡി മോൾസ് ഓഫ് ക്യാപിറ്റൽ ഡി. ഈ എ സ്മോൾ ലെറ്റർ എ ബി സി ഡി ആണ് ഇതിൻ്റെ കോഎഫിഷ്യൻ. അതായത് ഒന്നുകിൽ നമ്പർ ഓഫ് മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആവാം, അതല്ലെങ്കിൽ ഓരോ ആറ്റങ്ങളുടെയും ഭാരമാവാം, അതെല്ലാം മാസ് ആവാം. അതെല്ലാം ഈ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന എ ബി സി ഡി എ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന, അല്ലെ പ്രോഡക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന നമ്പറിനെയാണ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. അത് ഒന്നുകിൽ ആ റിയാക്റ്റൻറ്റിൻ്റെ എയുടെ നമ്പർ ഓഫ് മോൾ ആവാം, എയുടെ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നുള്ളതാവാം, അല്ലെ എയുടെ ഭാരമാവാം. ഇതെല്ലാം ആ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ്റെ കെ സി എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ്, ഏതൊക്കെയാണ്? സി ആൻഡ് ഡി. ഇനി ഇതിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് റേസ്ഡ് ടു ദ പവർ, ഇതിൻ്റെ പവറായിട്ട് നമ്മൾ എഴുതണം. സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ, ഇനി ടു ദ റിയാക്റ്റൻറ്റ് എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി. അപ്പോൾ ആരുടെയൊക്കെ പ്രോഡക്റ്റാണ്? പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ടു ദി റിയാക്റ്റൻസ് ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ടേം ഈസ് റേസ്ഡ് ടു ഇറ്റ്സ് പവർ. കോൺസെൻട്രേഷൻ ടേം നമ്മൾ എവിടെയായിട്ട് എഴുതുന്നു? അതിൻ്റെ പവറായിട്ട് എഴുതുന്നു. ഇതിനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം ഇവയുടെ കോൺസെൻട്രേഷൻ ഗാഢത എഴുതുന്നേ ഉള്ളൂ, സൂചിപ്പിക്കുന്നേ ഉള്ളൂ. അതായത് റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഗാഢതയുടെ റേഷ്യോയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളോട് ചിലപ്പോൾ ഇക്വേഷൻസ് തന്നിട്ട് ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നമുക്ക് ആ ലോയെ ഒന്ന് നോക്കുക. എന്തായിരുന്നു നമ്മുടെ ലോയ? The law state that at a constant temperature, സ്ഥിര ഊഷ്മാവിൽ the product of കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ടു ദാറ്റ് ഓഫ് ദ റിയാക്റ്റൻ്റ്, അതായത് പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ റേഷ്യോ എന്നാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് ഈച്ച് കോൺസെൻട്രേഷൻ ടേം ഈസ് റേസ്ഡ് ടു ദ പവർ. കോൺസെൻട്രേഷൻ ടേം നമ്മൾ എവിടെ എഴുതി? മോളിൽ എഴുതിയില്ലേ, പവറായിട്ട് എഴുതിയില്ലേ? ഈസ് ഈക്വൽ ടു ദ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ ആ ലെഫ്റ്റ് സൈഡിൽ എഴുതിയ നമ്പറിനെയാണ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് എഴുതി അതെടുത്ത് നമ്മൾ മുകളിൽ പവറാക്കി എഴുതിയതേ ഉള്ളൂ. അതാണ് ഇക്വിലിബ്രിയം ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ഇക്വേഷൻ്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഒന്ന് എഴുതി നോക്കാം. നിങ്ങളോട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. ഒരു ഇക്വേഷൻ തന്നു, ദ റിയാക്ഷൻ H2 + I2 റിവേഴ്സിബിളി ഗിവിങ് HI, അതായത് ഹൈഡ്രജനും അയഡിനും കൂടെ കമ്പൈൻ ചെയ്ത് 2HI ഫോം ചെയ്തു. എങ്ങനെയാണ് അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതാം? ഇവിടെ ഉണ്ട്, എങ്കിലും ഞാനൊന്ന് എഴുതി കാണിക്കുകയാണ്. Kc ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ്. ഇവിടുത്തെ പ്രോഡക്റ്റ് ഏതാ? HI. അപ്പോൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളതുകൊണ്ട് HI ദ ഹോൾ റേസ് ടു കോൺസെൻട്രേഷൻ ഓഫ് HI എന്നാണ് നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിന് വായിക്കേണ്ടത്. കോൺസെൻട്രേഷൻ ഓഫ് HI റേസ് ടു 2.
ഇവിടുത്തെ 2 ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റ് ഏതൊക്കെയാണ് ഹൈഡ്രജനും അയഡിനും ഇതിൻ്റെ എല്ലാം കോഎഫിഷ്യൻ്റ് എത്രയാണ് 1 ആണ്. അപ്പം നമുക്കത് തന്നെ എഴുതാം കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ഇക്വേഷൻ്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതാം. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് N2+H2 ഗീവ്സ് 2NH3. എങ്ങനെയാണ് അതിൻ്റെ എഴുതുന്നത്? Kc ഈസ് ഈക്വൽ ടു അവിടുത്തെ പ്രോഡക്റ്റ് ഏതാണ്? NH3. അപ്പോൾ NH3യുടെ കോൺസെൻട്രേഷൻ ഓഫ് NH3 റേസ് ടു കോഎഫിഷ്യൻ്റ് എത്രയാണ്? സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് 2 ഡിവൈഡഡ് ബൈ N2 കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ് ടു 3. ഇവിടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 3. ഇങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. The equilibrium constant for the reversible reaction in the inverse of that of the forward reaction. Equilibrium constant for the reverse reaction is the inverse ആണ്. അതായത് റിവേഴ്സ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർവേഡ് റിയാക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. Equilibrium constant for the reaction H2 plus I2 gives a 2HI is Kc, then that of the reversed reaction ഏതായിരിക്കും? തിരിച്ച് നടക്കുക. എന്താണ്? 2HI വിഘടിച്ചിട്ട് എന്തായിട്ട് മാറി? H2ഉം I2ഉമായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും? 1/Kc എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നന്നായിട്ട് വീഡിയോ കാണുക, പഠിക്കുക.